ഈ ഒരു കാഴ്ച തൃശ്ശൂർക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാഴ്ച. എടാ ഇത് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നോക്കിക്കും ഞങ്ങൾ. ഞങ്ങളുടെ ഇടക്കുന്നി ഭഗവതിയുടെ മകീരം പുറപ്പാട് നമ്മുടെ ഉത്രമേളക്ക് വേണത് 31-ാം തീയതി. എല്ലാവരും അവിടെ ക്ഷണിക്കുന്നുണ്ട്. ഇന്ന് ഭഗവതിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ നാളെ തൊട്ട് മറ്റ് പൂരങ്ങൾ കൂടാനായിട്ട് ഭഗവതി ഇവിടുന്ന് പോകും. എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ കുറച്ച് പറയും കാര്യങ്ങൾ ആദ്യം ഉണ്ട്. മാതാശ്രീ മേളം കേട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇടക്കുന്നിലെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്ര പ്രസിദ്ധമായ 10 നാഴിക പഞ്ചായത്ത് ആറാട്ടുപുഴ പെരുവനം പൂരത്തിൽ മുഴുവനായിട്ട് കൊട്ടാതി ഇവിടെ ഇപ്പൊ തന്നെ കത്തിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ ക്യാമറ ഓണക്കിപ്പോ ലിമാഷാറിന് കാര്യം മനസ്സിലായി. ഇത് കഴിഞ്ഞിട്ട് ഇനി കാണാം. അപ്പൊ ആരും മറക്കണ്ട, ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് പിറ്റത്തെ ദിവസമായിട്ട് നമ്മുടെ അവിടെ പൂരം. അങ്ങനെ മേളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറാട്ടിനായിട്ട് പുറത്തേക്ക് വരും കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. പാപ്പുവിനോട് എന്നോടുള്ള സ്നേഹം കണ്ട് അല്ല, വീഡിയോ ഇടുന്നുള്ളതൊന്നും മാത്രമുള്ള സ്നേഹം എന്താണെന്നറിയില്ലടാ, ഭയങ്കര ടേസ്റ്റ്. അല്ലെങ്കിൽ ഈ അമ്പലത്തിലേക്ക് പോയി കഴിക്കണ ഫീൽ അത് വേറെ ഇവിടെ കിട്ടാം. പ്രത്യേകിച്ച് പറയേണ്ടത് ഈ മാമ്പഴ പുളിശ്ശേരി കേട്ടോ. അതങ്ങോട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇവിടെ എന്റെ വരെ കഴിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഒരാളുടെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. എന്റെ ശരീരം കണ്ടാൽ ഞാൻ അധികം കഴിക്കാത്ത പ്രകൃതമാണ്. ഇവിടുന്ന് ഞാൻ നേരെ പോയത് നാങ്കുളത്തേക്ക് കേട്ടോ. നാങ്കുളം ശാസ്താവിനും പുറപ്പാടുണ്ട്. പുലർച്ചെ 1:30 ആവും തുടങ്ങി. ഞാൻ അവിടെ ചെന്നപ്പോ അധികം പേരൊന്നുണ്ടായില്ല. പക്ഷെ കുറച്ചേരം അവിടെ ഇരുന്ന് നമുക്ക് ഇത് ചുട്ട പപ്പടവും കട്ടൻ ചായയും തന്നുട്ടോ. ഓ ഇതൊക്കെ ഈ പുലർച്ചെ നേരത്തെ ഇങ്ങനെ കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആണെന്നറിയാം. അങ്ങനെ നാങ്കുളം ശാസ്താവിന്റെ പുറപ്പാടും കണ്ടു. അപ്പൊ ഇനി നാളത്തെ പൂരത്തിൽ കാണാം. അതുവരെ ബൈ ഫ്രം ഞാൻ തന്നെ.